വിശുദ്ധർ മെയ് 2 വിശുദ്ധ അത്തനേഷ്യസ് അഥവാ അത്തനാസിയൂസ്. നിക്ക സൂനദോസ് കഴിഞ്ഞ് 3-ാം വർഷം മുതൽ 45 വർഷം അലക്സാണ്ട്രിയയിലെ പേട്രിയാർക്കായിരുന്നു ആ നാട്ടുകാരൻ തന്നെയായ ഡോക്ടർ അത്തനേഷ്യസ്. 17 വർഷവും വിപ്രവാസത്തിലായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം അംഗീകരിച്ച നിക്ക സൂനദോസിലെ വിശ്വാസ പ്രമാണം സർവരാലും സ്വീകൃതമാകുവാൻ ചെയ്ത പരിശ്രമങ്ങളാണ് അദ്ദേഹത്തെ വിപ്രവാസത്തിലേക്ക് ഇറക്കിയത്. ഡോക്ടർ ഗ്രിഗറി നസ്യാൻസൺ അത്തനേഷ്യസിനെ ഇങ്ങനെ വിവരിച്ചിരിക്കുന്നു: അദ്ദേഹം അപരിചിതരെ സൽക്കരിക്കുന്നവനാണ്, ആശ്രിതരോട് കൃപാലുവാണ്, സകലർക്കും അഭിഗമ്യനാണ്, വേഗം കോപിക്കുന്നവനല്ല, സംഭാഷണ ചതുരനാണ്, സ്വഭാവം മധുരമാണ്, വാക്കിലെന്ന പോലെ പ്രവൃത്തികളിലും കാര്യക്ഷമത പ്രകടമാണ്, ഭക്തകൃത്യങ്ങളിൽ ഉത്സാഹിയാണ്, എല്ലാ തരക്കാരും പ്രായക്കാരുമായ ക്രിസ്ത്യാനികൾക്ക് സഹായകനുമാണ്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. 325 നിക്ക സൂനദോസിൽ വെച്ച് അത്തനേഷ്യസിൻ്റെ പ്രതിഭയും പ്രശസ്തിയും പ്രകാശിതമായി. പിതാവും പുത്രനും സാരാംശത്തിൽ സമന്മാരാണെന്നുള്ള വസ്തുത ശക്തിയായി സൂനദോസിൽ വാദിച്ചു. സൂനദോസ് കഴിഞ്ഞ് 5-ാം മാസം അലക്സാണ്ട്രിയയിലെ പേട്രിയാർക്കായിരുന്ന അലക്സാണ്ടർ മരിച്ചു. ജനങ്ങൾ ഏകസ്വരത്തിൽ ആർപ്പു വിളിച്ചു: ഞങ്ങൾക്ക് അത്തനേഷ്യസിനെ തരിക, അദ്ദേഹം ഒരു നല്ല മെത്രാനായിരിക്കും. ഈജിപ്തിലെ മെത്രാന്മാർ അദ്ദേഹത്തെ തന്നെ തിരഞ്ഞെടുത്തു. അന്ന് അദ്ദേഹത്തിന് 30 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആര്യൻ പാഷണ്ഡികൾ ചക്രവർത്തിമാരുടെ അനുഭാവം നേടി അത്തനേഷ്യസിനെ 5 പ്രാവശ്യം നാടുകടത്തി. പല പ്രാവശ്യവും അദ്ദേഹത്തെ വധിക്കാൻ ഉദ്യമിക്കുകയും ചെയ്തു. ദൈവം അദ്ദേഹത്തെ കാത്തു. അത്തനേഷ്യസിന് ശത്രുക്കളുണ്ടായിരുന്നെങ്കിൽ അതുപോലെ തന്നെ അദ്ദേഹത്തിന് മിത്രങ്ങളും ഉണ്ടായിരുന്നു. വിപ്രവാസം കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴെല്ലാം അലക്സാണ്ട്രിയൻ ജനത അദ്ദേഹത്തിന് രാജകീയ സ്വീകരണമാണ് നൽകിയിരുന്നത്. അക്കാലത്ത് വലിയ ഉത്സവങ്ങൾ വിവരിക്കുമ്പോൾ ജനങ്ങൾ പറഞ്ഞിരുന്നത് അത്തനേഷ്യസിൻ്റെ സ്വീകരണം പോലെ എന്നാണ്. കത്തോലിക്കരെ പാഷണ്ഡികൾ അന്ന് വിളിച്ചിരുന്നത് അത്തനേഷ്യൻസ് എന്നാണ്. അപ്പസ്തോലന്മാർക്കു ശേഷം ക്രിസ്തുമതത്തിലെ പരിശുദ്ധ സത്യങ്ങൾ സമ്യക്കായി പഠിപ്പിച്ച ഒരാളാണ് അത്തനേഷ്യസ് എന്നത്രേ കാർഡിനൽ ന്യൂമാൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയ ഗ്രന്ഥങ്ങൾ ആര്യൻ പാഷണ്ഡതയുടെ വിവിധ വശങ്ങളെ പറ്റിയാണ്. മരുഭൂമിയിലെ വിശുദ്ധ ആൻ്റണിയുടെ ജീവചരിത്രം തപോജീവിത പ്രേരണത്തിന് വളരെ അദ്ദേഹത്തിന് ഉപകരിച്ചിട്ടുണ്ട്. വിചിന്തനം: വിശുദ്ധ അത്തനേഷ്യസിനെ പോലെ ഈശോയുടെ ദൈവത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്കും അപേക്ഷിക്കാം: ദൈവപുത്രനായ ഈശോ, പാപിയായ എനിക്ക് വേണ്ടി അപേക്ഷിക്കണം.